എല്ലാവർക്കും നമസ്കാരം. നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷവും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റും ആയിട്ടുള്ള ആ ദിവസം വന്നെത്തി. ട്രേഡ്സ്മാൻ സ്മിത്തി അഥവാ ഫോർജിങ് ആൻഡ് ഹീറ്റ് ട്രീറ്റർ. അപ്പൊ സ്മിത്തിയുടെ വേറൊരു പേരാണ് ഫോർജർ ആൻഡ് ഹീറ്റ് ട്രീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൂളിംഗ് കർവ് ഫോർ പ്യുവർ അയൺ ആണ്. അപ്പോൾ നമ്മുടെ സിലബസ് ഏകദേശം ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷകളുടെ സിലബസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ സിലബസ് അനുസരിച്ചിട്ട് 20 മാർക്കിന്റെ 5 സെക്ഷനാണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ ടൂൾസ് ആൻഡ് സേഫ്റ്റി, രണ്ടാമത്തെ സെക്ഷൻ വരുന്നത് മെറ്റൽസ്, അലോയ്സ്, അതിന്റെ ഡിഫറെന്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഫ്യൂസിബിലിറ്റി എക്സെട്ര. അത് കഴിഞ്ഞ് വരുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാസ്റ്റ് അയൺ, മാലേബിൾ അയൺ തുടങ്ങിയിട്ടുള്ള അയൺ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ കൂളിംഗ് കർവ്. അതുപോലെ തന്നെ ഇതിന്റെ നോർമലൈസിങ്, കേസ് ഹാർഡനിങ് തുടങ്ങിയിട്ടുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റുകൾ. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സബ്സ്ട്രക്ചർ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് അയൺ എന്നുള്ളത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. കാരണം ഏറ്റവും പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സെക്ഷനുമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സെക്ഷൻ കൂടിയാണ്. അത് വളരെ ഈസി ആയിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് പഠിക്കാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോ നിങ്ങൾ ഈ ക്ലാസ് വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് പ്യുവർ അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണെന്ന് നോക്കാം. പ്യുവർ അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ് 1535 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കാണാൻ പറ്റും പ്യുവർ അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? 1535 ആണ്. ഇത് ഈ കൂളിംഗ് കർവ് ഓഫ് പ്യുവർ അയൺ മോൾട്ടൺ അയണിന്റെ ഒരു ഫിഗർ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടുല്ലോ നിങ്ങൾ നോക്കി 1535 ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കാണാനുണ്ട്. ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണാനുണ്ട് 1535 എന്നുള്ളത്. അപ്പോ ഇതിന് മുകൾ ഭാഗത്തേക്ക് എന്ത് സംഭവിക്കുന്നു? 1536 ആവുന്നതോട് കൂടിയിട്ട് പ്യുവർ അയൺ മെൽറ്റ് ആയിട്ട് അത് ഒരു ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ്, അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് അത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ 1535 താഴെ റൂം ടെമ്പറേച്ചർ വരെ ഉള്ള ആ ഒരു കൂളിംഗ് കർവ് ഡയഗ്രാം ആണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോ അയൺ എങ്ങനെയാണ് ഈ പ്രകൃതിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്? അയണിന്റെയും അതുപോലെ തന്നെ കാർബണിന്റെയും വേറെ ചെറിയ ചെറിയ മൂലകങ്ങളുടെയും അലോയ്സ് ആയിട്ടാണ് സാധാരണഗതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ അതിനെ അലോട്രോപിക് ഫോംസ് എന്നാണ് പറയാറുള്ളത്. അപ്പൊ സോളിഡ് സ്റ്റേറ്റിൽ തന്നെ പല അലോട്രോപിക് ഫോംസ് ആയിട്ടാണ് അയൺ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിനെ ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, ഒമേഗ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ ആദ്യത്തെ ഫസ്റ്റ് സെക്ഷൻ എന്നുള്ളത് ഈ കാണുന്ന സെക്ഷനാണ് 1535 മുതലുള്ള 1535 വരെയുള്ള 35 മുതൽ അതുപോലെ തന്നെ അതിന്റെ താഴത്തേക്ക് ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഇതിനെ ഫസ്റ്റ് ഹൊറിസോണ്ടൽ സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. അപ്പോ 1535 ഡിഗ്രിക്ക് താഴെ ഫസ്റ്റ് ഹൊറിസോണ്ടൽ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ആണ്. ഇവിടെയുള്ള ഇതിന് മുകളിലുള്ള ഇവിടെയുള്ള ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്യാണ്? പതുക്കനെ ഇവിടെ ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് 1536 മുതൽ അങ്ങോട്ട് മുകളിലേക്ക് ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് പ്യുവർ അയൺ നിൽക്കുന്നത്. അതിൽ നിന്ന് സോളിഡിഫിക്കേഷൻ എന്നുള്ള അല്ലെങ്കിൽ സോളിഡ് രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് ആ ഫസ്റ്റ് സ്റ്റേജിൽ കേട്ടോ. അപ്പോ ഈ ഫസ്റ്റ് സ്റ്റേജിലെ അയണിനെ നമ്മൾ പറയുന്നത് ഡെൽറ്റ അയൺ എന്നാണ്. എന്താണ് പറയുന്നത്? ഡെൽറ്റ അയൺ. അപ്പോ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട്, ഈ ഫസ്റ്റ് സ്റ്റേജ് എങ്ങനെയാണ് വരുന്നത്? 1535 മുതൽ 1400 ഡിഗ്രി വരെയാണ്. ആ അയണ് നമ്മൾ എന്താണ് വിളിക്കുക എന്ന് ചോദിക്കാറുണ്ട്. അയണ് നമ്മൾ എന്താ വിളിക്കുന്നത്? ഡെൽറ്റ അയൺ എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ ഡെൽറ്റ അയണിന്റെ പ്രത്യേകത എന്താണ്? അപ്പൊ ഇതിൽ എഴുതിയിട്ടുണ്ട് BCC എന്ന് എഴുതിയിട്ടുണ്ട്. BCC കണ്ടില്ലേ? ഡെൽറ്റ അയൺ, ഡെൽറ്റയുടെ ചിഹ്നമാണ് ഇട്ടിട്ടുള്ളത്. ഡെൽറ്റ അയൺ BCC എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ ഈ BCCയുടെ സ്ട്രക്ചറും ഇവിടെ വരച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഒരു ക്യൂബിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഇതിനുള്ളത്. അപ്പോ ഇതിനെ നമ്മൾ പറയാം ബോഡി സെന്റേർഡ് ക്യൂബിക് ലാറ്റൈസ് എന്നാണ് പറയുന്നത്. ബോഡി സെന്റേർഡ് ക്യൂബിക് ലാറ്റൈസ്. അപ്പോ ഡെൽറ്റ അയണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബോഡി സെന്റേർഡ് ക്യൂബിക് ലാറ്റൈസ് ആണ്. ഓക്കെ,
അപ്പോൾ ഡെൽറ്റ അയണിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്താണ്? 1535 ഡിഗ്രിക്ക് താഴെ 1400 ഡിഗ്രി വരെ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിലാണ് ഡെൽറ്റ അയൺ ഫോം ആവുന്നത്. ഡെൽറ്റ അയൺ എന്ന് പറയുന്നത് അതിന്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത്? ബോഡി സെന്റേർഡ് ക്യൂബിക് ലാറ്റൈസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകാം. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കാണുന്നതാണ് ഈ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ട് വരുന്നത്. എവിടെ എത്രയാണ്? 1400 ഡിഗ്രി മുതൽ ഈ കാണുന്നതാണ് 1400 മുതൽ 910 വരെയുള്ള ഈ ഒരു സെക്ഷനിലാണ് നമ്മുടെ രണ്ടാമത്തെ എന്താണ് സ്റ്റേജ് നടക്കുന്നത്. അപ്പോൾ 1400 ഡിഗ്രി സെൽഷ്യസിൽ സെക്കൻഡ് ടെമ്പറേച്ചർ എഫക്റ്റ് ഒക്യൂർ ചെയ്യുന്നു. ഈ സെക്കൻഡ് ടെമ്പറേച്ചർ എഫക്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? ബോഡി സെന്റേർഡ് ക്യൂബിക് ലാറ്റൈസ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. ആകെ കൂടിയിട്ട് ഈ പറയുന്ന സോളിഡ് സ്റ്റേറ്റുകളിൽ ഫേസ് സെന്റേർഡ് ക്യൂബിക് ലാറ്റൈസ് ആയിട്ടുള്ള ഫോമില് നിൽക്കുന്നത് ഈ സെക്കൻഡ് സ്റ്റേജിലുള്ള ഈ സെക്കൻഡ് ടെമ്പറേച്ചർ എഫക്റ്റിലുള്ള ഗാമ അയണിന് മാത്രമാണ് ഉണ്ടാവുന്നത്. അതായത് ഡെൽറ്റ അയൺ സെക്കൻഡ് സ്റ്റേജിൽ ഡെൽറ്റ അയണിൽ നിന്ന് ചേഞ്ച് വരുന്നു. ഡെൽറ്റ അയണിന്റെ ഷേപ്പ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? ബോഡി സെന്റേർഡ് ക്യൂബിക് ലാറ്റൈസ് ആണ്. അതിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ, അതായത് 1400 ഡിഗ്രിക്ക് താഴെ വരുമ്പോൾ അതിന്റെ എന്താണ് സ്ട്രക്ചർ മാറിയിട്ട് ഫേസ് സെന്റേർഡ് ക്യൂബിക് ലാറ്റൈസ് ആയിട്ട് മാറുന്നു. അപ്പൊ ആകെ കൂടിയിട്ട് ഈ കാണുന്ന സെക്ഷനുകളിൽ ഫേസ് സെന്റേർഡ് ക്യൂബിക് ലാറ്റൈസ് ആയിട്ട് വരുന്ന ഏക എന്താണ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ സ്ട്രക്ചർ ആയിട്ടുള്ള എന്താണ് ഗാമ അയൺ ആണ്. അപ്പോ ഗാമ അയണിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്താണ്? ഗാമ അയൺ എന്താണ്? വെരി വീക്ക്ലി മാഗ്നറ്റിക് ആണ്. വെരി വീക്ക്ലി, അതായത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, എന്നാൽ എന്താണ് വളരെയധികം ഇല്ല. അപ്പോ വെരി വീക്ക്ലി മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഒരു അയൺ ആണ് ഗാമ അയൺ. ഗാമ അയണിന്റെ ഷേപ്പ് എന്താണ്? FCC ആണ്, ഫേസ് സെന്റേർഡ് ക്യൂബിക് ലാറ്റൈസ് ആണ്. മാത്രല്ല ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ചിലാണ്, അതായത് ഏകദേശം 910 മുതൽ 1400 ഡിഗ്രി വരെയുള്ള ഈ ടെമ്പറേച്ചർ റേഞ്ചിലാണ് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? കാർബണിനെ ഡിസോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി അയണിന് കൈവരിക്കുന്നു. മാക്സിമം കാർബണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ FCC ഷേപ്പിൽ കെടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗാമ അയണിന് ഡിസോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോ മാക്സിമം എത്ര വരെ ചെയ്യാൻ പറ്റും? 2% വരെയാണ് ഈ ഒരു സെക്ഷനിൽ ചെയ്യാൻ സാധിക്കുക. 2% വരെയാണ് ഈ ഒരു സെക്ഷനിൽ മാക്സിമം കാർബൺ കണ്ടന്റുകളെ കാർബണിനെ ഡിസോൾവ് ചെയ്യാൻ സാധിക്കുക. ആ 2% മാക്സിമം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് 1130 ഡിഗ്രി സെൽഷ്യസിലാണ്. എത്രയിലാണ്? 1130 ഡിഗ്രി സെൽഷ്യസിലാണ്. 1130 ഡിഗ്രി സെൽഷ്യസില് എത്ര ഡിഗ്രി വരെ 2% ഓഫ് കാർബൺ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഈ കാർബണിന്റെ ഡിസോൾവിംഗ് ഒക്കെ നടക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതും നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതും എന്താണ്? ആൽഫ അയൺ ആണ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതും നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതും ആൽഫ അയൺ ആണ്. അപ്പോ ഈ രണ്ട് ആൽഫ അയണുകളുടെയും ഷേപ്പ് ഒരുപോലെ തന്നെയാണ്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഷേപ്പ് എന്താണ്? BCC ആണ്. BCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി സെന്റേർഡ് ക്യൂബിക് ലാറ്റൈസ് ആണ്. അപ്പോ ആകെ കൂടിയിട്ട് FCC ഉള്ളത് എന്തിനു മാത്രമാണ്? ഗാമ അയണിന് മാത്രമാണ്. മൂന്നാമത്തെ സ്റ്റേജിലും നാലാമത്തെ സ്റ്റേജാണ് അവസാന സ്റ്റേജ് എന്ന് പറയുന്നത്. ആ രണ്ട് സ്റ്റേജിലും എന്താണ്? ഗാമ അയൺ ആണ് ഉണ്ടാവുന്നത്. അപ്പോ മൂന്നാമത്തെ സ്റ്റേജിലുള്ള ആൽഫ അയണും നാലാമത്തെ സ്റ്റേജിലുള്ള ആൽഫ അയണും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 910 മുതൽ 768 ഡിഗ്രി വരെ വരുന്ന മൂന്നാമത്തെ സ്റ്റേജില് ആൽഫ അയൺ നോൺ മാഗ്നറ്റിക്കും 768 താഴെ വരുന്ന ഫോർത്ത് സ്റ്റേജില് ആൽഫ അയൺ മാഗ്നറ്റിക്കും ആയിരിക്കും. എന്താണ്? 768 ഡിഗ്രിക്ക് താഴെ ആൽഫ അയൺ എന്തായിട്ട് മാറും? മാഗ്നറ്റിക് ആയിട്ട് മാറും. ഇനി മൂന്നാമത്തെ സ്റ്റേജിൽ പ്രത്യേകിച്ച് എന്താണ് അതിന് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള അതിന്റെ ഒരു ക്യാരക്ടർ പറയാൻ ഇല്ല. നാലാമത്തെ സ്റ്റേജിൽ പക്ഷെ അങ്ങനെയല്ല, ഹൈലി മാഗ്നറ്റിക് ആയിട്ട് മാറുന്നുണ്ട് ആൽഫ അയൺ. അത് മാത്രമല്ല
ഈ രണ്ടാമത്തെ സ്റ്റേജിലെ പോലെ തന്നെ, പക്ഷെ രണ്ടാമത്തെ സ്റ്റേജിന്റെ അത്രയ്ക്ക് ഇല്ലെങ്കിലും രണ്ടാമത്തെ സ്റ്റേജിലെ പോലെ തന്നെ ചെറിയ രീതിയിലുള്ള കാർബണിനെ എന്ത് ചെയ്യാൻ സാധിക്കും? ഡിസോൾവ് ചെയ്യാൻ സാധിക്കും. ചെറിയ രീതിയിലുള്ള കാർബണിനെ ഡിസോൾവ് ചെയ്യാൻ സാധിക്കും. ആ ചെറിയ രീതിയിലുള്ള കാർബൺ മാക്സിമം ഡിസോൾവ് ചെയ്യുന്നത് 723 ഡിഗ്രിയിലാണ്. അത് എത്രയാന്ന് പറയുന്നത് 0.025% ആണ്. അതായത് ഫോർത്ത് സ്റ്റേജിൽ കാർബണിന്റെ മാക്സിമം ഡിസോളിഫിക്കേഷൻ സംഭവിക്കുന്നത് 723 ഡിഗ്രിയിലാണ്. അത് എത്രയാണ്? 0.025% ആണ്. 723 ഡിഗ്രി എന്നുള്ളത് വേറൊരു പ്രത്യേക ഡിനോഷൻ കൂടിയാണ്. എന്താണ്? ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ്, അല്ലെങ്കിൽ ലോവർ ക്രിട്ടിക്കൽ പോയിന്റും കൂടിയാണ്. ഇനി ഇത് 20 ഡിഗ്രിയിൽ, ഇപ്പൊ സാധാരണ നമ്മൾ റൂം ടെമ്പറേച്ചറിന് ഒരു 20 ഡിഗ്രി ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ കാർബണിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത് 0.0025% മാത്രമാണ്. അപ്പൊ ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് 1535 മുതൽ 1535 താഴെ 1400 വരെയാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് സ്റ്റേജിലുള്ള അയൺ ഡെൽറ്റ അയൺ എന്നാണ് അറിയപ്പെടുന്നത്. ഡെൽറ്റ അയൺ ആണ് ഫോം ആവുന്നത്. അപ്പോ ഈ ഡെൽറ്റ അയണിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ഷേപ്പ് BCC ആണ്, ബോഡി സെന്റേർഡ് ക്യൂബിക് ലാറ്റൈസ് ആണ്. ഈ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് 1400 മുതൽ 910 വരെയാണ്. അതിന്റെ ഷേപ്പ് വരുന്നത് FCC ആണ്. FCC എന്ന് പറയുന്നതാണ് ഫേസ് സെന്റേർഡ് ക്യൂബിക് ലാറ്റൈസ് ആണ്. ഓക്കെ, അപ്പൊ ആ അയണിനെ നമ്മൾ എന്താ പറയാ? ഗാമ അയൺ എന്നാണ് പറയാ. അതിന് വളരെ വീക്കായിട്ടുള്ള, വെരി വീക്ക്ലി മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും കൂടുതൽ കാർബണിനെ ഡിസോൾവ് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്, FCC ആയിട്ടുള്ള ഈ സ്റ്റേജിലാണ്. ഏത് ഡിഗ്രിയിലാണ് മാക്സിമം ചെയ്യാൻ പറ്റുക? 1130 ഡിഗ്രിയിലാണ്. എത്രയാണ് മാക്സിമം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാർബണിന്റെ കണ്ടന്റ്? എത്രയാണ്? 2% ആണ്. തേർഡ് സ്റ്റേജ് ആണെങ്കിലും ഫോർത്ത് സ്റ്റേജ് ആണെങ്കിലും ആൽഫ അയൺ ആയിട്ടാണ് അതിനെ നമ്മൾ പറയുന്നത്. രണ്ടിന്റെയും ഷേപ്പ് ബോഡി സെന്റേർഡ് ക്യൂബിക് ലാറ്റൈസ് ആയിട്ടാണ് വരുന്നത്. തേർഡ് സ്റ്റേജ് വരുന്നത് 910 മുതൽ 768 ഡിഗ്രി വരെയാണ്. അതുപോലെ തന്നെ ഫോർത്ത് സ്റ്റേജ് വരുന്നത് 768 ഡിഗ്രിക്ക് താഴെയാണ്. ഫോർത്ത് സ്റ്റേജിൽ എന്താണ് പ്രത്യേകത? ആൽഫ അയണിന് മാഗ്നറ്റിക്, വെരി ഹൈ ആയിട്ടുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. മാത്രമല്ല വളരെ കുറഞ്ഞ അളവിലുള്ള കാർബണിനെ എന്ത് ചെയ്യാൻ സാധിക്കും? ഡിസോൾവ് ചെയ്യാൻ സാധിക്കും. ആ ഡിസോൾഫിക്കേഷൻ സംഭവിക്കുന്നത് മാക്സിമം 0.025% ആണ്. അത് 723 ഡിഗ്രിയിലാണ്. 20 ഡിഗ്രിയിലുള്ള കാർബണിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത് 0.0025% ആണ്. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോകാം നമുക്ക്. അയേണിന്റെ, നമ്മളെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അയേണിന്റെ പ്രധാനപ്പെട്ട മൈക്രോ സ്ട്രക്ചറുകൾ. ഈ ഒരു സെക്ഷനിൽ നിന്ന് എങ്ങനെയാണെങ്കിലും ഒരു 3 മാർക്കിന് മുകളിൽ വരാൻ ചാൻസ് ഉള്ളതാണ് ഈ രണ്ട് സെക്ഷനും കൂടിയിട്ട്. ഈ ഒരു സെക്ഷൻ മാത്രമല്ല, ഞാൻ എടുക്കുന്ന ഈ 2 സെക്ഷനും കൂടിയിട്ട് ഒരു 3 മാർക്കെങ്കിലും മിനിമം വരേണ്ടതാണ്, അല്ലെങ്കിൽ അതിന് കൂടുതലും വരാം. ഓക്കെ, ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഫെറൈറ്റ് ആണ്. അപ്പോ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ എന്താ പറയുന്നത്? ഫെറൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഫെറൈറ്റിന്റെ പ്രത്യേകതകൾ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ഫെറൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ്? അയേണിന്റെയും കാർബണിന്റെയും ഒരു മിശ്രിതമാണ്, അല്ലെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് എന്താ പറയുന്നത് നമ്മൾ സാധാരണ അയൺ എന്ന് പറയുന്നത്. അപ്പോ ഫെറൈറ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടിന്റെയും, കാർബണിന്റെയും ആൽഫ ഫോമിലുള്ള, ആൽഫ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്, തേർഡ് സ്റ്റേജ് ഉണ്ട്, ഫോർത്ത് സ്റ്റേജ് ഉണ്ട്. അപ്പോ ഈ സ്റ്റേജിലുള്ള ആൽഫ അയണിന്റെയും കാർബണിന്റെയും എന്താണ്? ഒരു സോളിഡ് സൊല്യൂഷൻ ആണ് ഫെറൈറ്റ് എന്ന് പറയുന്നത്. ഇത് സോഫ്റ്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും സോഫ്റ്റ് അല്ല പക്ഷെ ഉള്ളതില് വൺ ഓഫ് ദ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എന്താണ്? സോഫ്റ്റ് ആയിട്ടുള്ള ഇതിന്റെ ഒരു മൈക്രോ സ്ട്രക്ചർ ആണ്, അയണിന്റെ മൈക്രോ സ്ട്രക്ചർ ആണ് ഫെറൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുണ്ട് 50 to 100 ബ്രിണൽ എന്ന്. ബ്രിണൽ എന്ന് പറയുന്നത് ഇതിന്റെ ഹാർഡ്നെസ് അളക്കാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബ്രിണൽ നമ്പർ എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ബ്രിണൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഇതിന്റെ ഹാർഡ്നെസ് ചെക്ക് ചെയ്യും. അപ്പോ ആ ഹാർഡ്നെസ്സിനനുസരിച്ചിട്ട് ഇതിനൊരു നമ്പർ കൊടുക്കും. അപ്പൊ എത്രയും നമ്പേഴ്സ് കൂടുന്നു അത്രയും ഹാർഡ്നെസ് ഉണ്ട്, എത്രയും നമ്പേഴ്സ് കുറയുന്നു അത്രയും ഹാർഡല്ല, സോഫ്റ്റ് ആയിട്ടാണ് ഇത് നിൽക്കുന്നത് എന്നാണ് നമുക്കിതിൽ അറിയാൻ സാധിക്കുക. അപ്പോ ഫെറൈറ്റും ഓസ്റ്റനൈറ്റും ആണ് സാധാരണഗതിയിൽ നമ്മൾ എന്ത് പറയാറുള്ളത്? ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള അയണിന്റെ മൈക്രോ സ്ട്രക്ചറുകളായിട്ട് നമ്മൾ പറയാറുള്ളത്. ഫെറൈറ്റിന്റെ പ്രത്യേകത എന്താണ്?
കാർബണിന്റെയും ആൽഫ അയണിന്റെയും സൊല്യൂഷൻ ആണ്. എന്താണ്? സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. സോഫ്റ്റ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? ഡക്റ്റൈൽ ആയിരിക്കും. ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മെക്കാനിക്കൽ പ്രോപ്പർട്ടി ആണ്. എല്ലാ മെറ്റൽസിനും ഉള്ള, അല്ലെങ്കിൽ എല്ലാ മെറ്റൽസിനും ഡിസൈറബിൾ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു എന്താണ്? മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ്. എന്താണ്? നമ്മൾ അതിനെ വലിച്ചു നീട്ടുന്ന സമയത്ത് ചെറിയ ഡ്രോയിങ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്ന സമയത്ത് വിത്തൗട്ട് റാപ്ചർ നമുക്കത് അതിനെന്ത് ചെറിയ ചെറിയ നാരുകൾ പോലെ അങ്ങനെ വലിച്ചു നീട്ടാൻ സാധിക്കുമെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്ന് പറയും. അത് പെട്ടെന്ന് പൊട്ടി പോകുമെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? അത് ഡക്റ്റൈൽ അല്ല, അതിന് ഡക്റ്റിലിറ്റി ഇല്ല എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയാറ്. ഇനി എന്താണ്? ഈ ഒരു സ്ട്രക്ചറിൽ സ്ട്രോങ്ലി മാഗ്നറ്റിക് ആണ്. നമുക്കറിയാം ആൽഫ അയൺ സ്ട്രോങ്ലി മാഗ്നറ്റിക് ആണ് ഫോർത്ത് സ്റ്റേജിൽ. അപ്പോ എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? സോളിഡ് സൊല്യൂഷൻ ഓഫ് കാർബൺ ആൻഡ് ആൽഫ അയൺ ആണ്. സോഫ്റ്റ് ആണ്. ബ്രിണൽ നമ്പർ ഏകദേശം 50 to 100 ആണ് വരുന്നത്. ഡക്റ്റൈൽ ആണ്, വലിച്ചു നീട്ടാൻ സാധിക്കും. പിന്നെ എന്താണ്? സ്ട്രോങ്ലി മാഗ്നറ്റിക് ആണ്. ഇനി അടുത്ത ഒരു സെക്ഷൻ ആണ് സിമെന്റൈറ്റ്. നമ്മള് സാധാരണ ഒരു കാര്യം ആലോചിക്കുക, സിമെന്റ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എന്താണ്? ഭയങ്കര ബലം കിട്ടും എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് എക്സ്ട്രീംലി ഹാർഡ് ആയിരിക്കും. സിമെന്റൈറ്റ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീംലി ഹാർഡ് ആയിരിക്കും. ഫെറൈറ്റ് എന്ന് പറയുമ്പോഴോ സോഫ്റ്റ് ആയിരിക്കും. സിമെന്റൈറ്റ് എക്സ്ട്രീംലി ഹാർഡും ഫെറൈറ്റ് സോഫ്റ്റും ആയിരിക്കും. ഈ സിമെന്റൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, എത്ര പെർസെന്റേജ് വീതം അയണിന്റെയും കാർബണിന്റെയും ഒരു എന്താണ് സോളിഡ് സൊല്യൂഷൻ ആണെന്ന് നോക്കി കഴിഞ്ഞാൽ 93.33% ഓഫ് അയൺ, 93.33% ഓഫ് അയൺ ആൻഡ് 6.67% ഓഫ് കാർബൺ. കാർബണിന്റെ കണ്ടന്റ് എത്രയാണ്? 6.67%. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സാധാരണ നമ്മൾ കാർബണിന്റെ കണ്ടന്റ് കൂടുന്നതനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? അതിന് ഹാർഡ്നെസ് കൂടാറുണ്ട്. അപ്പോ ഈ ഒരു പെർസെന്റേജ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് പരീക്ഷയ്ക്ക്. എത്ര പെർസെന്റേജ് ആണ് സിമെന്റൈറ്റിലെ അയൺ ആൻഡ് കാർബൺ മിക്സ്ചർ? അപ്പോ 93.332 അല്ലെങ്കിൽ 6.67% ഓഫ് അയൺ ആൻഡ് കാർബൺ. ഇനി ഇത് എക്സ്ട്രീംലി ഹാർഡ് ആവാൻ കാരണം എന്താണ്? ഇതിന്റെ സ്ട്രക്ചർ ആണ്. എന്ത് സ്ട്രക്ചർ ആണ് ഇതിനുള്ളത്? റൗണ്ട് പാർട്ടിക്കിൾ ഇൻ സ്ട്രക്ചർ ആണ്. റൗണ്ട് പാർട്ടിക്കിൾ ഇൻ സ്ട്രക്ചർ ആണ് ഇതിനുള്ളത്. റൗണ്ട് പാർട്ടിക്കിൾ ഇൻ സ്ട്രക്ചർ ആണ് ഇതിനുള്ളത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. രണ്ട് സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളൂ. ഒന്ന് എന്താണ്? എസിക്കുലർ, ഫൈനർ എസിക്കുലർ അഥവാ നീഡിൽ ടൈപ്പ് സ്ട്രക്ചർ. എന്താണ്? റൗണ്ട് പാർട്ടിക്കിൾ സ്ട്രക്ചർ. അങ്ങനെ രണ്ട് സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പോൾ റൗണ്ട് പാർട്ടിക്കിൾ ഇൻ സ്ട്രക്ചർ ആണ്, എക്സ്ട്രീംലി ഹാർഡ് ആണ്. അത് കാരണം തന്നെ ഇതിന്റെ ബ്രിണൽ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്രയാണ്? 1400 വരുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ഫെറൈറ്റിന് എത്രയാണ് വന്നിട്ടുള്ളത്? ഏകദേശം 50 to 100 മാത്രമാണ്, ചെറിയ അളവിലാണ് വന്നിട്ടുള്ളത്. എന്നാൽ സിമെന്റൈറ്റിന്റെ നോക്കിയ ബ്രിണൽ നമ്പർ എത്രയാണ് വന്നിട്ടുള്ളത്? 1400 ബ്രിണൽ നമ്പർ വന്നിട്ടുള്ളത്. ഹാർഡ്നെസ് വരുമ്പോൾ ഡക്റ്റിലിറ്റി കുറയും. ഡക്റ്റിലിറ്റി ഇല്ലാണ്ടോ? ഹാർഡ്നെസ് എത്ര കൂടുന്നു അത്രയും ഡക്റ്റൈൽ അല്ലാതെയാവും. അത് കാരണം തന്നെ, ഡക്റ്റൈൽ അല്ലാത്ത കാരണം തന്നെ എന്താണ്? അത് ബ്രിട്ടിലായിട്ട് മാറും. അപ്പോൾ അത് രണ്ടും പ്രോപ്പർട്ടിയാണ്. എക്സ്ട്രീംലി ഹാർഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ബ്രിട്ടിലാണ്, നോ ഡക്റ്റിലിറ്റി. അപ്പൊ അപ്പൊ നമുക്ക് ചോദിക്കാം, ഭയങ്കര ഹാർഡായിട്ട് അപ്പോ ബ്രിട്ടിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക? അല്ലെങ്കിൽ ഒരു ടൂളൊക്കെ ഉണ്ടാക്കുമ്പോൾ എക്സ്ട്രീംലി ഹാർഡ് ആയിട്ടുള്ള ടൂളുകളാണ് വേണ്ടത്. അപ്പോ അങ്ങനെയുള്ള സമയത്ത് ബ്രിട്ടിൽനെസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ശരിയാവുക? അല്ലെങ്കിൽ അത് പൊട്ടി പോകില്ലേ? പെട്ടെന്ന് പൊട്ടി പോകില്ലേ? അപ്പൊ നമ്മള് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിന് ഉത്തരമാണ് ഹീറ്റ് ട്രീറ്റ്മെന്റുകൾ. അപ്പോ എക്സ്ട്രീംലി ഹാർഡ്നെസ് ഉണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? ആ ഹാർഡ്നെസ് നിലനിർത്തിക്കൊണ്ട് അതിന്റെ ബ്രിട്ടിൽനെസ്സിനെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടെമ്പറിങ് ചെയ്യാറുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ടെമ്പറിങ് പ്രോസസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ബ്ലാക്ക് സ്മിത്തിലൊക്കെ നമ്മൾ അരിവാളും അതുപോലെ തന്നെ വെട്ടുകത്തിയൊക്കെ ഹാർഡൻ ചെയ്തിട്ട് കാച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ടെമ്പറിങ് കൂടി ചെയ്തിട്ടാണ് കൊടുക്കുക. അല്ലെങ്കിൽ സംഭവിക്കും, എപ്പോഴും കട്ട് ചെയ്തിട്ട് അതിന്റെ നെക്ക് എപ്പോഴും ബ്രിട്ടിലായിട്ട് അത് പൊട്ടിപ്പോകും, അല്ലെങ്കിൽ അതിൽ ക്രാക്കുകൾ വരും. അപ്പൊ അരിവാളും അതുപോലെ വെട്ടുകത്തിയൊക്കെ നമ്മൾ ആലയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഇതിൽ വന്നിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ചൂടാക്കിക്കൊണ്ട് ചെറുതായിട്ട് ടെമ്പർ ചെയ്ത് അതിന്റെ ഉള്ളിലുള്ള മൈക്രോ സ്ട്രക്ചറുകളെ ചെറിയ രീതിയിൽ ട്വിസ്റ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എൻട്രാപ്പ് ചെയ്തുള്ള ഗ്യാസുകളൊക്കെ ഉണ്ടായിരിക്കാം, അതിനൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് ടെമ്പറിങ് ചെയ്യുന്ന പ്രോസസ്സുകൾ നമ്മൾ നടത്താറുണ്ട്. അപ്പോ
ഇതിന്റെ വേറെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ബിക്കം ഫെറോ മാഗ്നറ്റിക് ബിലോ 210 ഡിഗ്രി. 210 ഡിഗ്രിക്ക് താഴെ ഇത് ഫെറോ മാഗ്നറ്റിക് ആവും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. 210 ഡിഗ്രിക്ക് മുകളിലല്ല, താഴെ. അപ്പോൾ ഈ ഒരു വാക്ക് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. 210 ഡിഗ്രിക്ക് താഴെ ഇതിന് ഫെറോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ രണ്ടെണ്ണമാണ് പഠിച്ചത്. ഒന്നെന്താണ് ഫെറൈറ്റ്, രണ്ട് സിമെന്റൈറ്റ്. അടുത്താണ് പേളൈറ്റ്. അപ്പോൾ പേൾ എന്നുള്ള വാക്ക് നമുക്ക് കേട്ടിട്ടുണ്ട്. പേൾ എന്ന വാക്കിന് തന്നെ വളരെ പ്രത്യേകതയുണ്ട്. പേൾ എന്ന് പറയുമ്പോൾ നമ്മൾ മുത്ത് എന്നൊക്കെ പറയാറുണ്ട്. അതിന് പ്രത്യേകത എന്താ? വളരെ തിളക്കമുള്ളതാണ്. നവരത്നങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ പറയാറൊക്കെ ഉണ്ട്. 9 ജുവൽസിൽ ഒരെണ്ണാണ്. അതിന് പ്രത്യേകത എന്താണ്? എല്ലാ ജുവൽസിനെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശത്തെ കടത്തി വിട്ടിട്ട് ആന്തരിക പ്രതിഫലനം വഴി അതിന് വളരെയധികം തിളക്കമുള്ളതാക്കിയിട്ട് അത് മാറ്റുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ പേളി ലെസ്റ്റേഴ്സ് ആയിട്ടുള്ള അപ്പിയറൻസ് നൽകുന്ന എന്താണ് ഈ മൈക്രോ സ്ട്രക്ചർ ഓഫ് അയൺ ആണ് പേളൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ലെസ്റ്റേഴ്സിറ്റി ഒക്കെ അപ്പിയറൻസിൽ വരുന്നത് ഏതാണ്? പേളൈറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇതൊരു ആൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള സ്ട്രക്ചർ വഴിയാണ്. എങ്ങനെയാണ്? 13% സിമെന്റൈറ്റ് ആൻഡ് 87% ഓഫ് ഫെറൈറ്റ്. ഫെറൈറ്റിന്റെയും സിമെന്റൈറ്റിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഫെറൈറ്റിന്റെയും എക്സ്ട്രീംലി ഹാർഡ് ആയിട്ടുള്ള സിമെന്റൈറ്റിന്റെയും ഒരു 13:, അതായത് 13:87 എന്നുള്ള ഒരു അംശബന്ധത്തിലുള്ള ഒരു മാട്രിക്സ് ആണ് പേളൈറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഫലമായിട്ട് എക്സ്ട്രീംലി ഹാർഡ് അല്ലാത്ത, കാരണം 13% മാത്രമാണ് സിമെന്റൈറ്റിന്റെ അളവുള്ളത്, അത് കാരണം എക്സ്ട്രീംലി ഹാർഡ് ആയിരിക്കില്ല. എന്നാൽ ഫെറൈറ്റ് 87% ആണുള്ളത്. ബാക്കി 13% സിമെന്റൈറ്റ് ആയ കാരണം തന്നെ ഫെറൈറ്റിനേക്കാളും ഹാർഡ് ആയിട്ടുള്ള ഒരു മൂന്നാമത്തെ സ്ട്രക്ചർ പേളൈറ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ബ്രിനൽ നമ്പർ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും 50 മുതൽ 100 വരെയല്ല, അതിന് മുകളിലാണ് നിൽക്കുന്നത്. എന്നാൽ 1400 അടുത്തേക്ക് എത്തിയിട്ടില്ല. 180 ആണ് ഇതിന്റെ ബ്രിനൽ നമ്പർ ആയിട്ട് വരുന്നത്, ബ്രിനൽ വാല്യൂ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു സെക്ഷനിലുള്ള അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിലുള്ള ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഡക്റ്റൈൽ ആയിട്ടുള്ള, എന്നാൽ എന്തിനേക്കാളും സോഫ്റ്റ് ആണ്? ഫെറൈറ്റിനേക്കാളും. സാധാരണ നമ്മൾ ഫെറൈറ്റ് ആണ് ഏറ്റവും സോഫ്റ്റ് ആയിട്ട് പറയാറുള്ളത്. ഡക്റ്റിലിറ്റി പ്രോപ്പർട്ടി ഉള്ളതും ഫെറൈറ്റിനാണ് എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഫെറൈറ്റിനേക്കാളും സോഫ്റ്റ് ആയിട്ടുള്ള, ഡക്റ്റിലിറ്റി ഉള്ള ഒരു മൈക്രോ സ്ട്രക്ചർ ആണ് ഓസ്റ്റനൈറ്റ് എന്ന് പറയുന്നത്. ഓസ്റ്റനൈറ്റിന് വളരെയധികം പ്രത്യേകതയുണ്ട്. CTCക്ക് മുകളിൽ നിൽക്കുന്ന, അതായത് ലോവർ ക്രിട്ടിക്കൽ പോയിന്റിന് മുകളിൽ നിൽക്കുന്ന ഒരു സെക്ഷനാണ് ഓസ്റ്റനൈറ്റ് എന്നുള്ളത്. അതായത് നമ്മളിപ്പോ എല്ലാ ഹീറ്റ് ട്രീറ്റ്മെന്റും നടത്തുമ്പോൾ ഈ ഓസ്റ്റനൈറ്റ് സ്റ്റേറ്റിലേക്ക് ഈ അയൺ എത്തിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ ഡിസോൾഫിക്കേഷനോ അല്ലെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ കുറച്ചുകൊണ്ട് ഓസ്റ്റനൈറ്റ് സ്റ്റേറ്റിനെ ഇല്ലാതാക്കിക്കൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുന്നത്. എല്ലാ ഹീറ്റ് ട്രീറ്റ്മെന്റും നമ്മൾ നടത്തുന്നത് ഏകദേശം ഈ ഓസ്റ്റനൈസിങ് എന്നുള്ള ആ സോണിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് ടെമ്പറേച്ചറിനെ കുറച്ചുകൊണ്ടാണ്. അപ്പൊ ഓസ്റ്റനൈറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഈ സോളിഡ് സൊല്യൂഷൻ ഓഫ് കാർബൺ ഇൻ ഗാമ അയൺ. അപ്പൊ ഗാമ അയൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏത് സ്റ്റേജിലാണ് എത്തുന്നത്? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? 1400 മുതൽ തൊട്ട് താഴേക്കുള്ളതാണ്. ഏകദേശം 910 ഡിഗ്രി വരെയാണ്. 768 മുതൽ 910 ഡിഗ്രി വരെയുള്ള ആ സ്റ്റേജ് ആണ് സെക്കൻഡ് സ്റ്റേജ്. ആ സ്റ്റേജിലാണ് ഡെൽറ്റ അയൺ ഗാമ അയൺ ആയിട്ട് മാറുന്നത്. അപ്പോ ഇതെന്താണ് നമ്മൾ പറയുന്നത്? സോളിഡ് സൊല്യൂഷൻ ഓഫ് കാർബൺ ആണ്. ഏത് സ്റ്റേജിലുള്ളതാണ്? ഗാമ സ്റ്റേജിലുള്ളതാണ്. അപ്പോൾ ഗാമ സ്റ്റേജിലുള്ളതായ കാരണം തന്നെ ഇതിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സോഫ്റ്റും ആയിരിക്കും, ഡക്റ്റൈൽ ആയിരിക്കും. എന്തിനെ അപേക്ഷിച്ച്? ഫെറൈറ്റിനെ അപേക്ഷിച്ച്. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ നമുക്കറിയാം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റൽ എന്തായിരിക്കും? ഡെൻസിറ്റി കുറവായിരിക്കും. പക്ഷെ ഫെറൈറ്റിനെ അപേക്ഷിച്ച് സോഫ്റ്റും ഡക്റ്റൈലും ആയിട്ടുള്ള ഓസ്റ്റനൈറ്റ് എന്തായിരിക്കും? ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഏതിനേക്കാളും? ഫെറൈറ്റിനേക്കാളും. നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ്? ചിലപ്പോൾ നമുക്കൊരു ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, വാട്ട് ആർ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓസ്റ്റനൈറ്റ്? എന്നിട്ട് നമ്മുടെ അടുത്ത് പറയും ഇറ്റ് ഈസ് സോഫ്റ്റർ ദാൻ ഫെറൈറ്റ്. നമുക്ക് ശരിയാണെന്ന് അറിയാം. ഡക്റ്റൈൽ ദാൻ ഫെറൈറ്റ്, അതും ശരിയാണെന്ന് അറിയാം. ലോവർ ഡെൻസിറ്റി ദാൻ ഫെറൈറ്റ്, അപ്പൊ അത് ശരിയല്ല. ആ മൂന്നാമത്തെ സെക്ഷൻ ശരിയല്ല. പക്ഷെ നമ്മൾ എന്ത് വിചാരിക്കും? സോഫ്റ്റും ആണ്, ഡക്റ്റൈലും ആണ്. അത് കാരണം ഡെൻസിറ്റിയും
ഇതിനേക്കാളും കുറവാണ് എന്ന് വിചാരിക്കും. പക്ഷെ ഡെൻസിറ്റി ഇതിനേക്കാളും കൂടുതലാണ്, ഫെറൈറ്റിനേക്കാളും കൂടുതലാണ് ഓസ്റ്റനൈറ്റിനുള്ളത്. പക്ഷെ ഇതിൽ പ്രോപ്പർട്ടി എന്താണ്? നോൺ മാഗ്നറ്റിക് ആണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ല. ഗാമ അയണിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ല. ഓസ്റ്റനൈറ്റ് നോൺ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതാണ്. അടുത്തൊരു സെക്ഷനാണ് സോർബൈറ്റ് എന്ന് പറയുന്നത്. അപ്പോ സോർബൈറ്റിനെ നമുക്ക് ഇങ്ങനെയും പറയാം, ഫൈൻലി ഡിസ്പേഴ്സ്ഡ് പേളൈറ്റ് എന്ന് കൂടി പറയാം. അപ്പോ കുറച്ചും കൂടി ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള പേളൈറ്റ് ആണ് എന്ന് പറയുന്നത് സോർബൈറ്റ് എന്ന് പറയുന്നത്. സോർബൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പക്ഷെ എന്തിനേക്കാളും പേളൈറ്റിനേക്കാളും ഹാർഡ്നെസ് കൂടിയതാണ്. അതിന്റെ ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏകദേശം ഇരട്ടി വരുന്നുണ്ട്. 350 ആണ് ഇതിന്റെ നമ്പർ വരുന്നത്. ബ്രിണൽ ഹാർഡ്നെസ് വരുന്നത് 350 ആണ്. സോർബൈറ്റിനേക്കാളും ഫൈനലി ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള പേളൈറ്റ് ആണ്, പേളൈറ്റിനേക്കാളും ഫൈനലി ഡിസ്പേഴ്സ്ഡ് ആണ് സോർബൈറ്റ് എന്ന് പറയുന്നത്. അടുത്താണ് ട്രൂസ്റ്റൈറ്റ് ഓർ ബൈനൈറ്റ്. അപ്പോ ഈ ട്രൂസ്റ്റൈറ്റ് ഓർ ബൈനൈറ്റിന് വളരെയധികം പ്രത്യേകതയുണ്ട്. നീഡിൽ ടൈപ്പ് സ്ട്രക്ചർ ഉള്ളതാണ്. മോസ്റ്റ് ഫൈനർ അസിക്കുലർ സ്ട്രക്ചർ, നീഡിൽ ടൈപ്പ് സ്ട്രക്ചർ ഉള്ളതാണ് എന്ത് ഈ ട്രൂസ്റ്റൈറ്റ് ബൈനൈറ്റിനുള്ളത്. ഓഫ് ഓസ്റ്റനൈറ്റ് ഡീകമ്പോസിഷൻ കമ്പോസ്ഡ് ഓഫ് 2 ഇക്വിലിബ്രിയം ഫേസസ് ഓഫ് ഫെറൈറ്റ് ആൻഡ് സിമെന്റൈറ്റ്. ഫെറൈറ്റിന്റെയും സിമെന്റൈറ്റിന്റെയും ഓസ്റ്റനൈറ്റിന്റെ ഡീകമ്പോസിഷൻ വഴി ഒരു ഇക്വിലിബ്രിയം ഫേസസിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല സ്ട്രക്ചറാണ്, നീഡിൽ ടൈപ്പ് സ്ട്രക്ചറാണ് ട്രൂസ്റ്റൈറ്റ് അഥവാ അല്ലെങ്കിൽ ബൈനൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഇതാണ് മാർട്ടൻസൈറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു എന്താണ് മാർട്ടൻസൈറ്റ് സ്റ്റേജിലേക്ക് എത്തി, ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പറയണത് കേട്ടിട്ടുണ്ടായിരിക്കും. റാപ്പിഡ് കൂളിംഗ് വഴിയാണ് ഈ ഒരു ക്രിസ്റ്റൽ ലൈക്ക് ഒരു ആംഗുലർ അറേഞ്ച്മെന്റ്, നീഡിൽ ലൈക്ക് ആയിട്ടുള്ള ക്രിസ്റ്റൽ ആംഗുലർ അറേഞ്ച്മെന്റ് കിട്ടുന്നത്. അപ്പോ ഇതും എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഈ ഓസ്റ്റനൈറ്റ് സ്റ്റേജിലേക്ക് എത്തിക്കുന്നുണ്ട്. ഓസ്റ്റനൈറ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ അതിന് പറയാറുള്ളത്? ഗാമ എന്നാണ് പറയാറുള്ളത്. സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തിക്കുന്നു, 768 ഡിഗ്രിക്ക് മുകളിൽ എത്തിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അതിനെ റാപ്പിഡ് കൂളിംഗ് ചെയ്യുന്നു. റാപ്പിഡ് കൂളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നില്ലെങ്കിൽ ബ്രൈൻ സൊല്യൂഷനിൽ, അല്ലെങ്കിൽ ഓയിലിൽ, അല്ലെങ്കിൽ സോൾട്ട് വാട്ടറിൽ, അല്ലെങ്കിൽ വാട്ടറിൽ, അല്ലെങ്കിൽ ഡ്രൈ എയർ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റാപ്പിഡ് കൂളിംഗ് നടത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു ക്രിസ്റ്റൽ ഫോർമേഷൻ സംഭവിക്കുന്നു, അതിനൊരു ആംഗുലർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് സംഭവിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു നീഡിൽ ലൈക്ക് ക്രിസ്റ്റൽ ഫോർമേഷൻ മൈക്രോ സ്ട്രക്ചറിൽ വരുന്നതാണ് മാർട്ടൻസൈറ്റിന് വരുന്നത്. അത്യാവശ്യം ഹാർഡാണ്, എക്സ്ട്രീംലി ഹാർഡ് അല്ല. ബ്രിണൽ നമ്പർ 650 to 750 ആണ് ബ്രിണൽ നമ്പർ വരുന്നത്. അപ്പോൾ ഹാർഡ്നെസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് പറയാറുണ്ട്? ഓക്കെ, ബ്രിട്ടിലാണ്. ഹാർഡ്നെസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രിട്ടിലാണ്. പക്ഷെ എന്താണ്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ഏതിനുണ്ട്? മാർട്ടൻസൈറ്റിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫെറൈറ്റ് എന്ന് പറയുന്നത് കാർബണിന്റെയും ആൽഫൈനിന്റെയും ഒരു സോളിഡ് സൊല്യൂഷൻ ആണ്. സോഫ്റ്റ് ആണ്, ഡക്റ്റൈൽ ആണ്, സ്ട്രോങ്ലി മാഗ്നറ്റിക് ആണ്. ഇതിന്റെ സോഫ്റ്റ് ആയ കാരണം തന്നെ ഇതിന്റെ ബ്രിണൽ നമ്പർ വരുന്നത് 50 to 100 ആണ്. സിമെന്റൈറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഹാർഡ് ആണ്. ബ്രിണൽ നമ്പർ 1400 ആണ് വരുന്നത്. എക്സ്ട്രീംലി ഹാർഡ് ആയ കാരണം തന്നെ ബ്രിട്ടിലാണ്, ഡക്റ്റിലിറ്റി ഇല്ല. 210 ഡിഗ്രിക്ക് താഴെ ഇതിന് ഫെറോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലഭിക്കുന്നുണ്ട്. ഇതിന്റെ ഏകദേശം ഒരു സ്ട്രക്ചറിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് പാർട്ടിക്കിൾ സ്ട്രക്ചർ ആണ്. 93.33% ഓഫ് അയൺ ആൻഡ് 6.67% ഓഫ് കാർബണിന്റെ ഒരു മിക്സ്ചർ ആണ്. പേളൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? 13% സിമെന്റൈറ്റിന്റെയും 87% ഫെറൈറ്റിന്റെയും ഒരു മിക്സ്ചർ ആണ്. 180 ആണ് ബ്രിണൽ നമ്പർ വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പേർലി ലസ്റ്ററസ് അപ്പിയറൻസ് ആണ്. ഓസ്റ്റനൈറ്റ് എന്ന് പറയുന്നത് കാർബണിന്റെയും ഗാമ അയണിന്റെയും ഒരു സൊല്യൂഷൻ ആണ്. സോഫ്റ്റ് ആണ്, ഡക്റ്റൈൽ ആണ്, എന്തിനേക്കാളും? ഫെറൈറ്റിനേക്കാളും. പക്ഷെ ഡെൻസിറ്റി ഫെറൈറ്റിനേക്കാളും കൂടുതലുണ്ട്. ഇതിന് നോൺ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആണ് ഉള്ളത്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളത് ഫെറൈറ്റിനാണ് ഉള്ളത് കേട്ടോ. ഫെറൈറ്റിനും അതുപോലെ മാർട്ടൻസൈറ്റിനും ആണുള്ളത്. ഇനി അടുത്തതാണ് സോർബൈറ്റ് എന്ന് പറയുന്നത്. ഫൈനലി ഡിസ്പേഴ്സ്ഡ് പേളൈറ്റ് എന്നും കൂടി ഇത് പറയാറുണ്ട്. ഇത് കുറച്ചും കൂടി ഏകദേശം പേളൈറ്റിന്റെ ഇരട്ടി ഹാർഡ്നെസ് ഉണ്ട്. ബ്രിണൽ നമ്പർ 350 ആണ് വരുന്നത്. അടുത്താണ് ട്രൂസ്റ്റൈറ്റ് ഓർ ബൈനൈറ്റ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഫൈനർ അസിക്കുലർ സ്ട്രക്ചർ, നീഡിൽ ടൈപ്പ് ആയിട്ടുള്ള മൈക്രോ സ്ട്രക്ചർ ആണ്, അയണിന്റെ മൈക്രോ സ്ട്രക്ചർ ആണ് ട്രൂസ്റ്റൈറ്റ് ഓർ ബൈനൈറ്റ് എന്ന് പറയുന്നത്. ഓസ്റ്റനൈറ്റിന്റെ ഡീകമ്പോസിഷൻ ഒരു ഇക്വിലിബ്രിയം ഫേസസിൽ നിർത്തിയിട്ട്, അതായത് ഫെറൈറ്റിനെയും സിമെന്റൈറ്റിനെയും ഒരു ഇക്വിലിബ്രിയം ആയിട്ടുള്ള ഫേസസിൽ വെച്ചിട്ടാണ് ബൈനൈറ്റ് നിർമ്മിക്കുന്നത്. മാർട്ടൻസൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഡീകമ്പോസിഷൻ ഓഫ് ഓസ്റ്റനൈറ്റ് വൈൽ റാപ്പിഡ് കൂളിംഗ്. ഓസ്റ്റനൈറ്റ് സോണിലേക്ക് പോയിട്ട് റാപ്പിഡ് കൂളിംഗ് നടത്തിക്കൊണ്ട് നീഡിൽ ലൈക്ക് ക്രിസ്റ്റൽ ആംഗുലർ അറേഞ്ച്മെന്റ് ആണ് ഇതിന്
ഇതിന്റെ ഒരു മൈക്രോ സ്ട്രക്ചർ ആയിട്ട് വരുന്നത്. ഇത് ഹാർഡാണ്, 650 മുതൽ 750 ബ്രിനൽ നമ്പർ ആയിട്ട് വരുന്നുണ്ട്. ഹാർഡായ കാരണം തന്നെ ബ്രിട്ടിലും ആണ്. അതേ കൂടാണ്ട് എന്താണ്, ഇത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ഇനി ഇങ്ങനെയുള്ള സ്ട്രക്ചറുകൾ നമുക്ക് ലഭിക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സെക്ഷൻ വഴിയല്ല. നമ്മൾ അതിനെ എന്താണ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? ഒരു കോമ്പിനേഷൻ ഓഫ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ട്രീറ്റ്മെന്റുകൾ അതൊരു കോമ്പിനേഷൻ ആക്കിയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, നമ്മൾ ആദ്യം ഒരു ഇതിനെ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്തിട്ട് അതിനെ റേഞ്ചിനെ ഓസനൈസിങ് സോണിലേക്ക് എത്തിക്കുന്നു. അതായത് ഏകദേശം 768 ഡിഗ്രിക്ക് മുകളിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം നമ്മൾ വ്യത്യസ്ത തരം ഹീറ്റ് ട്രീറ്റ്മെന്റുകളിലൂടെ ഡിസൈറബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ കൈവരിക്കുന്നു. നമുക്ക് വ്യത്യസ്ത തരം ഡിസൈറബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് ആവശ്യമുണ്ടായിരിക്കും. മെഷീനബിലിറ്റി ആവശ്യമുണ്ടായിരിക്കും, ടെമ്പറിങ് ആവശ്യമുണ്ടായിരിക്കും, അതുപോലെ ഡക്റ്റിലിറ്റി, സ്ട്രെങ്ത്, ഹാർഡ്നെസ്, ഫാറ്റിക് തുടങ്ങിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫൈൻ ആയിട്ടുള്ള ഗ്രെയിൻ സ്ട്രക്ചറുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഇതിന്റെ ഹീറ്റിന്റെ റെസിസ്റ്റനെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും, കൊറോഷനെ കുറയ്ക്കാൻ സാധിക്കും, അതായത് ആന്റി കൊറോഷനെ കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഇലക്ട്രിക്കും അതുപോലെ മാഗ്നറ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതിന്റെ കെമിക്കൽ കോമ്പോസിഷനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിൽ എൻട്രാപ്പ് ചെയ്തിട്ടുള്ള ഗ്യാസുകളെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രക്ചറുകളെ, മൈക്രോ സ്ട്രക്ചറുകളെ ചേഞ്ച് ചെയ്യുന്നത് ഹീറ്റ് ട്രീറ്റ്മെന്റ് വഴിയാണ്. ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോമ്പിനേഷൻ ഓഫ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ആണ്. ഹീറ്റിംഗ് മാത്രമല്ല, ഒരു ഹീറ്റിംഗ് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെന്റ് നടത്താൻ സാധിക്കില്ല. ഹീറ്റിംഗ് ചെയ്തതിനു ശേഷം നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൂളിംഗ് മെത്തേഡുകളിലൂടെ നമുക്ക് ഒരു പ്രത്യേക സോളിഡ് സ്റ്റേറ്റിലേക്ക് ഇതിനെ എത്തിക്കുന്ന പർപ്പസിനെയാണ് അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഹീറ്റ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒറ്റൊരു സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ഒറ്റൊരു സെക്ഷനെ കുറിച്ചിട്ട് മാത്രമേ പറയുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനീലിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അനീലിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നതിന് മുന്നേ തന്നെ പ്രധാനപ്പെട്ട കാർബണിന്റെ കണ്ടന്റ് അനുസരിച്ചിട്ട് നമ്മൾ സ്റ്റീലിനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. യൂടെക്ടോയിഡ് സ്റ്റീല്, ഹൈപ്പർ യൂടെക്ടോയിഡ്, ഹൈപ്പോ യൂടെക്ടോയിഡ്. അപ്പോൾ കാർബണിന്റെ കണ്ടന്റ് 0.8% ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് യൂടെക്ടോയിഡ് സ്റ്റീൽ എന്നാണ്. ഇനി കാർബണിന്റെ കണ്ടന്റ് 0.8% മുകളിലാണെങ്കിൽ നമ്മൾ അതിനെ ഹൈപ്പർ യൂടെക്ടോയിഡ് സ്റ്റീൽ എന്ന് പറയും. ഇനി കുറവാണെങ്കിൽ 0.8% കുറവാണ് കാർബണിന്റെ കണ്ടന്റ് എങ്കിൽ നമ്മൾ അതിനെ പറയുന്നു ഹൈപ്പോ യൂടെക്ടോയിഡ് സ്റ്റീൽ എന്ന് പറയുന്നു. ഇതില് ഈ 3 സ്ട്രക്ചർ പറഞ്ഞിട്ടുള്ളത് അതിനെ കുറിച്ചിട്ടാണ്. ഈ 3 സ്ട്രക്ചർ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നുള്ളത്. 0.8% എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് 0.3% അല്ലെങ്കിൽ 0.8% താഴെയുള്ളതൊന്നും അത്രയ്ക്ക് ഫോർജിബിൾ അല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഹീറ്റ് ട്രീറ്റ്മെന്റിന് അത്രയ്ക്ക് നല്ലതല്ല എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഹീറ്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അനീലിംഗ് എന്ന പ്രോസസ്സ് നടക്കുന്നത്? നമ്മൾ ഫെറസ് അലോയ്, അതായത് നമ്മൾ സ്റ്റീലിന് ഫെറസ് അലോയ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഫെറസ് അലോയ് എന്ന് പറയാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇതിലെ പ്രധാനപ്പെട്ട കമ്പോണന്റ് അയൺ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ ഫെറസ് അലോയ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ ഫെറസ് അലോയ് അല്ലെങ്കിൽ ഈ അനീലിംഗ് എന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് നടത്തുന്നത് എങ്ങനെയാണ്? 768 ഡിഗ്രിയുടെ ആ സോണിലേക്ക് എത്തിക്കുന്നു. ആ സോണിലേക്ക് എത്തിക്കുന്നതിനെ നമ്മൾ എന്താ പറയുക, ഓസ്നൈസിങ് സോൺ എന്ന് പറയും. ആ സോണിലേക്ക് എത്തിച്ചതിന് ശേഷം വളരെ സ്ലോലി കൂൾ ഡൗൺ ചെയ്യും. അപ്പോൾ വളരെ സ്ലോലി കൂൾ ഡൗൺ ചെയ്യണമെങ്കിൽ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്ലോലി അല്ല, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, അത് കൂൾ ഡൗൺ ആവും. അപ്പൊ നമ്മൾ അങ്ങനെ വളരെ സ്ലോലി കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫർണസിൽ തന്നെ വെക്കുന്നു. ആ ഫർണസിൽ തന്നെ അത് വെക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും, ഫർണസ് ഓഫ് ചെയ്തിട്ട് ഫർണസിൽ തന്നെ വെക്കുന്നു. അപ്പോൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, ഫർണസിന്റെ ടെമ്പറേച്ചർ നമുക്ക് അറിയാലോ, പെട്ടെന്നൊന്നും അങ്ങനെ കുറയില്ല. അത് ഇങ്ങനെ വളരെ 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 ചെറിയ വേഗതയിലാണ് കുറയുക. അപ്പൊ അതേപോലെ തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഫെറസ് അലോയ് അനീലിംഗ് എന്ന പ്രോസസ്സ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് വളരെ സ്ലോയില് കൂൾ ഡൗൺ ആവുന്നു. അപ്പോ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അനീലിംഗ് എന്ന പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഇതിന്റെ മൈക്രോ സ്ട്രക്ചറിൽ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. ആ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് അനീലിംഗ് എന്ന പ്രോസസ്സ് നടക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള കുറെ പ്രോപ്പർട്ടീസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞൊക്കെ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ എന്താണ്, മെഷീനബിലിറ്റിനെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഇന്റേണൽ സ്ട്രെസ്സിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്റേണൽ സ്ട്രെസ് എന്നുള്ളത് റപ്ചറിന് കാരണമാകുന്ന ഒരു സെക്ഷനാണ്. അതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള അതിന്റെ ഒരു നമ്മൾ അതിന്റെ സ്ട്രക്ചറൊക്കെ ചിലപ്പോ എന്താണ്
ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു എന്താണ് ഒരു കയറ് പോലെ പിരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കിടക്കുന്നുണ്ടായിരിക്കും. അങ്ങനത്തെ സ്ട്രെസ്സിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന അനീലിംഗ് എന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് നടത്താറുണ്ട്. അതിന്റെ ഗ്രെയിൻ സൈസിനെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അനീലിംഗ് നടത്താറുണ്ട്. ഓക്കെ, heating steel to proper annealing temperature in a austenitic zone, holding steel that temperature for definite period of time depending upon the thickness. അപ്പൊ തിക്നെസ് അനുസരിച്ചിട്ട് എന്താണ് ഒരു പ്രത്യേക ടൈമിൽ എന്ത് ചെയ്യാണ്, അവിടെ തന്നെ ഈ പറയുന്ന ഫർണസിൽ തന്നെ വെക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സെക്ഷൻ പറയുന്നുണ്ട്, ഇത് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. എത്രയാണ് പറയാറുള്ളത്? 2.5 to 3 minutes per minute mm. അപ്പോ ഓരോ mm കൂടുന്തോറും 2.5 to 3 minutes എക്സ്ട്രാ വെക്കേണ്ടി വരും. നമ്മൾ അനീലിംഗ് എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ ITI ക്വാളിഫിക്കേഷൻ ആണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ITI ക്വാളിഫിക്കേഷനിൽ കൂളിംഗ് റേറ്റ് ആയിട്ട് കാർബൺ സ്റ്റീൽ പറയുന്നത് 100 മുതൽ 150 ഡിഗ്രി സെൽഷ്യസ് പെർ അവർ ആണ്. എത്രയാണ് ഇതിന്റെ ടെമ്പറേച്ചർ റേഞ്ച് പറയുന്നത്? 100 മുതൽ 150 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോ പെർ അവർ അപ്പൊ ഒരു മണിക്കൂറിൽ എത്രയാണ്? 100 മുതൽ 150 ഡിഗ്രി ആണ് ഇതിന്റെ ടെമ്പറേച്ചർ കുറയുക എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത്. കാർബൺ സ്റ്റീലിന്റെ കാര്യത്തിൽ മാത്രമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോ കാർബണിന്റെ കണ്ടന്റ് അനുസരിച്ചിട്ട് അനീലിംഗ് ടെമ്പറേച്ചറിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോ അതിന്റെ ഒരു സെക്ഷനാണ് ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത്. 0.1 to 0.5%. 0.1 to 0.5% ഓഫ് കാർബൺ ഇൻ സ്റ്റീൽ. അനീലിംഗ് ടെമ്പറേച്ചർ എത്രയായിരിക്കും? 950 to 815 ഡിഗ്രി. നേരെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ പറയാൻ നോക്കി. 815 മുതൽ 950 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അനീലിംഗ് ടെമ്പറേച്ചർ ആയിട്ട് നമ്മൾ കാർബണിന്റെ കണ്ടന്റ് 0.1 to 0.5% ആണെങ്കിൽ വെക്കേണ്ടത്. ഇനി കാർബണിന്റെ കണ്ടന്റ്, അപ്പൊ നമ്മൾ ആദ്യത്തേനെ നമുക്ക് എന്ത് പറയാം? ലോ കാർബൺ സ്റ്റീൽ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ സെക്ഷന് മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് പറയാം. 0.5 to 0.8% ഓഫ് കാർബൺ ഇൻ സ്റ്റീൽ. സ്റ്റീലിലെ 0.5 മുതൽ 0.8% ഓഫ് കാർബൺ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഇതിന്റെ അനീലിംഗ് ടെമ്പറേച്ചർ വെക്കുന്നത് ഏകദേശം 760 മുതൽ 815 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഏകദേശം 760 ഡിഗ്രി മുതൽ 815 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇനി നമ്മൾ ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയാറുണ്ട്. 0.8% മുതൽ 1.5% ഓഫ് കാർബൺ ഇൻ സ്റ്റീൽ. അനീലിംഗ് ടെമ്പറേച്ചർ എത്രയാണ്? 760 മുതൽ 780 ഡിഗ്രി വരെയാണ്. അപ്പോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഈ ഒരു സെക്ഷനിൽ അനീലിംഗ് ടെമ്പറേച്ചർ ഏകദേശം 768 ഡിഗ്രിക്ക് മുകളിലാണ് എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലെ. 768 ഡിഗ്രിക്ക് മുകളിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓസ്നൈസിങ് സാധാരണഗതിയിൽ നമ്മൾ ടെമ്പറേച്ചർ രണ്ട് തരത്തിൽ പറയാനുണ്ട്. ഹൈപ്പോ യൂടെക്ടോയിഡ് സ്റ്റീൽ. ഹൈപ്പോ യൂടെക്ടോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8% കുറവുള്ളത്. എത്രയാണ് പറയാനുള്ളത്? 723 മുതൽ 910 ഡിഗ്രി വരെ ആണ്. 723 മുതൽ 910 ഡിഗ്രി വരെയാണ്. ഹൈപ്പർ യൂടെക്ടോയിഡ് സ്റ്റീലിന് 723 മുതൽ 1130 ഡിഗ്രി വരെയാണ്. അതിൽ നമ്മൾ അറിയാം, ഹൈപ്പർ എന്ന് പറയുമ്പോൾ കാർബണിന്റെ കണ്ടന്റ് കൂടുതലാണ്. 0.8% കൂടുതലാണ് വരുന്നത്. ഇനി ഇതില് ഹൈപ്പർ യൂടെക്ടോയിഡിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത് പേളൈറ്റ് ആൻഡ് ഫെറൈറ്റും, അതുപോലെ ഹൈപ്പർ യൂടെക്ടോയിഡിന്റെ സ്ട്രക്ചർ വരുന്നത് പേളൈറ്റ് ആൻഡ് സിമിലറ്റൈറ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ അനീലിംഗ് നമ്മൾ നടത്തി കഴിഞ്ഞു. അനീലിംഗ് നടത്തിയതിനു ശേഷം വളരെ സ്ലോയിലായി നമ്മൾ തണുപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് കിട്ടുന്ന ഡിസൈറബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഇതിന്റെ മെഷീനബിലിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. മെഷീനബിലിറ്റിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. പിന്നെന്താണ്? റിലീവ് ഇന്റേണൽ സ്ട്രെസ്. ഇപ്പൊ നമ്മുടെ ഇത് കൂടാതെ നമ്മുടെ ഫിറ്ററിന്റെ ടെക്സ്റ്റില് നമ്മൾ അനീലിംഗിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമ്മുടെ NTCS ഇതില് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. മിക്കതും ഫിറ്ററിന്റെ ടെക്സ്റ്റ് ആയിരിക്കും ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ റെഫർ ചെയ്യുന്നത് വർക്ക്ഷോപ്പ് ടെക്നോളജി, അതുപോലെ പ്രൊഡക്ഷൻ ടെക്നോളജി, പിന്നെ ഫിറ്ററിന്റെ ടെക്സ്റ്റ് ആണ്. അപ്പൊ ഫിറ്ററിന്റെ ടെക്സ്റ്റിൽ NTCയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയ കാരണം ഫിറ്ററിന്റെ ടെക്സ്റ്റ് ആയിരിക്കും ഇവര് മിക്കതും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ അതായിരിക്കും അവർ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോ പർപ്പസ് ഓഫ് അനീലിംഗ് എന്നുള്ളത് ഫിറ്ററിന്റെ ടെക്സ്റ്റിൽ ഈ പറയുന്നത് ഇങ്ങനെയാണ്: ടു ഒബ്റ്റെയിൻ സോഫ്റ്റ്നെസ് ലഭിക്കാൻ വേണ്ടിയിട്ട്, ടു ഇംപ്രൂവ് മെഷീനബിലിറ്റി.
മെഷീനബിലിറ്റീനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടു ഇൻക്രീസ് ഡക്റ്റിലിറ്റീനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടു റിലീവ് ഇന്റേണൽ സ്ട്രെസ്, ടു റെഡ്യൂസ് ഓർ എലിമിനേറ്റ് സ്ട്രക്ചറൽ ഇൻഹോമോജനിറ്റി, സ്ട്രക്ചറലിലെ വ്യത്യസ്തതകളെ ഇല്ലാതാക്കാൻ, അതായത് എല്ലാതും ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട്, റിഫൈൻ ദ ഗ്രെയിൻ സൈസിനെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ട്രീറ്റ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനീലിംഗ് എന്ന പ്രോസസ്സ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു നല്ലൊരു പഠനം ഞാൻ ആദ്യം തന്നെ ആശംസിക്കുകയാണ്. എല്ലാവർക്കും ജോലി കിട്ടണം, അല്ലെങ്കിൽ ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.